വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാനും റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വിവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളൊന്നായിട്ടുള്ള വിവോ V29 Lite 5G. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ നെഗറ്റീവും പോസിറ്റീവും അടങ്ങിയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. ബോക്സിനകത്ത് വരുന്ന ഐറ്റംസ് ഒരു ട്രാൻസ്പെറൻറ്റ് GPU കേസ് ലഭിക്കുന്നുണ്ട്. 44 വാട്ടിൻ്റെ ചാർജർ അഡാപ്റ്ററാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ടൈപ്പ് A to ടൈപ്പ് C ചാർജിങ് കേബിള്, പിന്നീട് നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള വിവോ V29 Lite 5G. രണ്ട് കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആവുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ഫ്ലെയർ ബ്ലാക്ക് ആണ്. ഇത് കൂടാതെ ഡ്രീമി ഗോൾഡ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പിറകിലും അതുപോലെ തന്നെ ഫ്രെയിമിൽ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. മാറ്റ് ഫിനിഷ് ആണെങ്കിലും ചെറുതായിട്ട് സ്മഡ്ജസും കാര്യങ്ങളൊക്കെ കാണുന്നുുണ്ട്. കേർവ്ഡ് ഡിസൈൻ ആണ് ബാക്ക് സൈഡിലും അതുപോലെ തന്നെ കേർവ്ഡ് ഡിസ്പ്ലേ ആണ് ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കംഫർട്ടായിട്ട് നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. 7.9 mm മാത്രമാണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. 177 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫീലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്യാമറ മൊഡ്യൂളിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബോക്സിനുള്ളിൽ രണ്ട് ഡ്യുവൽ റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയിട്ടുള്ള ക്യാമറയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പവർ ബട്ടണും വോളിയം റോക്കേഴ്സും റൈറ്റ് സൈഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്ത് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കും, ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡ്യുവൽ നാനോ സിം കാർഡാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഇല്ല. ഒരു ഇന്റേണൽ മൈക്ക്, ടൈപ്പ് C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, ഇത്രയും കാര്യങ്ങളാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ്. 6.78 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ ആണ്. 388 പിക്സൽ പെർ ഇഞ്ച് ആണ്. ഡെൻസിറ്റി ഫുൾ HD+ ആണ്. റെസൊല്യൂഷൻ 120 Hz ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഗംഭീരമായിട്ടുള്ള വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. 1300 nits ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാൽ തന്നെ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലും നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടും ഈസി ആയിട്ട് നമുക്ക് ഇതിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ വിഷ്വൽ ക്വാളിറ്റിയും എടുത്തു പറയേണ്ട നല്ല സൂപ്പർബ് ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസും നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. വ്യൂയിങ് ആംഗിൾസിലൊന്നും കാര്യമായിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഓവറോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുക. ഇനി ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ Qualcomm Snapdragon 695 5G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 6 nm ആണ് ചിപ്സെറ്റ് സൈസ് വരുന്നത്. ഒക്ടാ കോറിൽ 2.2 GHz ആണ് ക്ലോക്ക് സ്പീഡ്. Adreno 619 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന GPU. അപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു പ്രോസസ്സർ വർത്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് 7 സീരീസിൽ ഏതെങ്കിലും പ്രോസസ്സർ കൊടുത്തിരുന്നെങ്കിൽ നന്നായനെ എന്നുള്ളൊരു ഒപ്പീനിയൻ ഉണ്ട്. എങ്കിലും ഈ ഒരു പ്രോസസ്സർ ആണെങ്കിൽ വലിയ രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. പറയത്തക്ക ഇഷ്യൂസ് ഈ ഒരു കുറച്ച് ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ എനിക്ക് കാണാനും സാധിച്ചിട്ടില്ല. രണ്ട് മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആവുന്നത്. 8GB റാമിൽ 128ഉം 12GB റാമിൽ 256GB. ഇത് കൂടാതെ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇതോടൊപ്പം തന്നെ അപ് ടു 8GB വരെ നമുക്ക് റാം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇനി അതുപോലെ IP54 റേറ്റിംഗോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണ് ഈ ഒരു വിവോ V29 Lite 5G. ആൻഡ്രോയിഡ് 13ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഫൺ ടച്ച് OS വരുന്നത് 13 ആണ്. ഇനി കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. അതിൽ തന്നെ ഇത് ഗ്ലോബൽ വേർഷൻ ആയതുകൊണ്ട് തന്നെ 12ഓളം 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.1 ആണ് ഇതിൽ വേർഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്യുവൽ വൈഫൈ ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 44 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിനൊപ്പം ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ ഏകദേശം 45 മുതൽ 50 മിനിറ്റ് വരെയാണ് സമയം എടുക്കുന്നത്. ഇപ്പോൾ ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ദിവസത്തിന് ചോടെ മാത്രമേ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കൂ. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒരു ദിവസത്തിന് മുകളിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാനും സാധിക്കും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ വരുന്നത്. എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് ആ ഒരു ആനിമേഷനിൽ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫേസ് ലോക്ക് ഇതിൽ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. സിംഗിൾ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്.
സിംഗിൾ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ആവറേജ് സൗണ്ട് ഔട്ട്പുട്ട് മാത്രമാണ് കേൾക്കാൻ സാധിച്ചത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കാത്തത് ഒരു പോരായ്മയായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാൻ കളിച്ചത്. ഞാനും എൻ്റെ മക്കളും കൂടി ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ ഞാൻ ഇതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈ ഒരു പ്രോസസ്സർ ആണെങ്കിൽ കൂടിയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി ഗ്രാഫിക് പെർഫോമൻസ് കൊള്ളാം. ഈ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള ആ ഒരു വിഷ്വൽ ക്വാളിറ്റി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ലാഗിങ് ഇഷ്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫ്രെയിം റേറ്റ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇതുവരെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മളൊരു നോർമൽ ഗെയിമർ ആണെങ്കിൽ അത്യാവശ്യം ടൈം പാസിനൊക്കെ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിരാശപ്പെടുത്താത്ത അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കുക. ക്യാമറയുടെ സൈഡിലേക്ക് വന്നാൽ 3 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 64 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മെയിൻ ലെൻസ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ്. 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസ്, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ. എനിവേ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി സൈഡിലാണ്. അതായത് മിക്ക സമയത്ത് എടുക്കുന്ന ഫോട്ടോസൊക്കെ അത്യാവശ്യം ഗംഭീരമായിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ടായിട്ടാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് നൈറ്റ് ഫോട്ടോഗ്രാഫിയാണ്. നമ്മളൊരു ഇത്തിരി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് തന്നെ നമുക്ക് മിക്ക സമയത്ത് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്രോ പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമൺ ആണെങ്കിൽ ആ ഒരു എഡ്ജ് ഡിറ്റക്ഷനിലൊക്കെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളുണ്ട്. ആസ് യൂഷ്വലി ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ആയതുകൊണ്ട് തന്നെ അത് ഞാനൊരു നെഗറ്റീവ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നില്ല. അല്ലാത്ത രീതിയിൽ പോർട്രേറ്റ് ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. HDR പെർഫോമൻസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കാണുന്നുണ്ട്. ഡേ ലൈറ്റ് പെർഫോമൻസും അത്യാവശ്യം നല്ലതാണ്. ഇതേ സമയം തന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നതും അതോടൊപ്പം തന്നെ അൾട്രാ വൈഡ് ലെൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യവുമാണ്. ഇനി സെൽഫി ക്യാമറ കുറിച്ച് പറയുകയാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോട്ടോഗ്രാഫി സൈഡിൽ സെൽഫി ക്യാമറ അത്യാവശ്യം ക്വാളിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡേ ലൈറ്റ് പെർഫോമൻസ് നല്ലതാണ്. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ നൈറ്റ് പെർഫോമൻസും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കാണുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസ് നല്ലതാണ്. HDR പെർഫോമൻസും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ ഞാൻ ഇതിൻ്റെ കൂടെ ആ ഒരു സെൽഫി ക്യാമറയുടെയും അതുപോലെ തന്നെ റിയർ ക്യാമറയുടെയും വീഡിയോ സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റുന്നതാണ് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോസാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. എങ്കിലും എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ വീഡിയോസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്യാമറ അതായത് സെൽഫിയും റിയറും എന്നെ സംബന്ധിച്ചിടത്തോളം ഫോട്ടോഗ്രാഫിക്കാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. V29 Lite 5G എടുക്കുന്ന വീഡിയോ ഫുട്ടേജ് ആണ്. ഫുൾ HD 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതും. എനിവേ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടാണ്. എങ്കിലും ഈ ഒരു 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്മൂത്ത്നെസ് കുറവുണ്ടെങ്കിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആകുമ്പോൾ കുറച്ചും കൂടി സ്റ്റെബിലിറ്റിയും സ്മൂത്ത്നെസ്സും കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ വീഡിയോ ക്വാളിറ്റിയുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു എബോവ് ആവറേജ് ആയിട്ടുള്ള ഒരു വീഡിയോ ക്വാളിറ്റി ആയിട്ട് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. വീഡിയോയിൽ HDR സപ്പോർട്ട് അല്ല, ഫോട്ടോസിൽ മാത്രമാണ് സപ്പോർട്ട്. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയും അത്ര ഗംഭീരമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ചെറിയ രീതിയിലുള്ള ഷേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി ഫേസിലൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഓവറോൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു എബോവ് ആവറേജ് എന്നുള്ള ഫീൽ മാത്രമാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB + 256GB എന്ന് പറയുന്ന ഒരൊറ്റ മെമ്മറി വേരിയന്റാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 1299 ഖത്തറിയാൽ, ഏകദേശം ഇന്ത്യയുടെ 29,000 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ഡീസെന്റ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ എനിക്ക് വിലയിരുത്താൻ പറ്റും. അതായത് നമുക്ക് ഇതിന്റെ പോസിറ്റീവായിട്ട് എനിക്ക് ഏറ്റവും എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. ഗംഭീരമായിട്ടുള്ള ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബാറ്ററി പെർഫോമൻസും അത്യാവശ്യം നല്ലതാണ്. ഫോട്ടോഗ്രാഫിയും അത്യാവശ്യം നല്ലതാണ്. അതുപോലെ തന്നെ ഓവറോൾ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും പറയത്തക്ക രീതിയിൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് എനിക്ക് പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 4K വീഡിയോ നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അൾട്രാ വൈഡ് ലെൻസ് ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഈ ഒരു സ്മാർട്ട് ഫോണിലില്ല എന്ന കാര്യമാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഡീസെന്റ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ തന്നെ പരിഗണിക്കാൻ പറ്റുന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നിങ്ങൾ വിവോ സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രൈസ് ആണ് നിങ്ങളുടെ ബജറ്റ് എങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു വിവോ V29 Lite 5G. ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു സന്തോഷ വാർത്ത എനിക്ക് പറയാനുണ്ട്. ഈ ഒരു മെനഞ്ഞാന്ന് അതായത് ജൂലൈ 5 എനിക്കൊരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള നെഗറ്റീവും പോസിറ്റീവും അടങ്ങിയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്ന അത്തരത്തിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ആ ഒരു കാര്യം കൂടി ദയവ് ചെയ്തൊന്ന് കമന്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം മറ്റൊരു പുതിയൊരു സ്മാർട്ട് ഫോണിന്റെ റിവ്യൂമായിട്ട് വരുന്നവരെ തൽക്കാലം ഞാൻ വിട പറയുന്നു. സെയ്ദ് ഇർഷാദ്.